friends, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ വന്നിട്ട് ഒത്തിരി കോൾസ് ഒക്കെ വരാറുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, പിന്നെ റിലേറ്റീവ്സ്, അങ്ങനെ ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ജോലിയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഈ കോളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്കത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് അത്യാവശ്യ കോളാണോ, അത് വെറുതെ കമ്പനിക്കാരൊക്കെ വിളിക്കുന്ന കോളാണ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കമ്പനിക്കാർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോലി ഇട്ടെറിഞ്ഞിട്ട് ആ കോൾ വന്നിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ ഇത് കമ്പനിക്കാരായിരുന്നോ എന്ന്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വന്നിട്ട് ഇപ്പോൾ നമുക്കും ഓരോ കോണ്ടാക്റ്റിനും വന്നിട്ട് ഓരോ റിംഗ് ട്യൂണൊക്കെ സെറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കുന്ന സമയത്തായാലും ആ റിംഗ് ട്യൂൺ കേൾക്കാൻ മനസ്സിലാവാം ഇത് ഇന്നയാളാണ് വിളിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യ കോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽ കോണ്ടാക്റ്റിനും സെപ്പറേറ്റ് റിംഗ് ട്യൂൺ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. നമുക്കാദ്യം നമ്മുടെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലെ എല്ലാ കോണ്ടാക്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോണ്ടാക്റ്റ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്നിട്ട് മുകളിലായിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു 3 ഡോട്ടിൻ്റെ ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്കിവിടെ സെറ്റ് റിംഗ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലോ എല്ലാ മ്യൂസിക് എല്ലാം വന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്കിഷ്ടമുള്ളൊരു മ്യൂസിക് വന്നിട്ട് ആ കോണ്ടാക്റ്റിന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്നും വേണ്ട, വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ആഡ് റിംഗ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് ഫയലിലായിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ളൊരു സോങ്ങോ മ്യൂസിക്കോ വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു കോണ്ടാക്റ്റ് എടുക്കുക. കോണ്ടാക്റ്റ് എടുത്തിട്ട് ഇതുപോലെ ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ സെറ്റ് റിംഗ് ട്യൂൺ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിനെ സെറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓരോ കോണ്ടാക്റ്റിനും ഓരോ റിംഗ് ട്യൂണും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നെയും കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്